നീൽസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം സൈക്കോളജിയുടെ കുറച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ഒരു ഫുൾ ടെസ്റ്റ് 100 ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ഫുൾ ടെസ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. ഒരു മോഡൽ ക്വസ്റ്റ്യൻ സെഷൻ ആയിട്ട് എല്ലാവരും കരുതുക. ഓക്കെ, ആദ്യ ക്വസ്റ്റ്യൻ, ഹിരാക്കുഡ് പദ്ധതി ഏത് നദിയിലാണ്? ഹിരാക്കുഡ് പദ്ധതി ഏത് നദിയിലാണ്? യമുന, ഗംഗ, മഹാനദി, ബ്രഹ്മപുത്ര. ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി, മഹാനദിയാണ് ഹിരാക്കുഡ് പദ്ധതി മഹാനദിയിലാണ് ഹിരാക്കുഡ് പദ്ധതി നടപ്പിലാക്കുന്നത്. അടുത്തത്, ഓഗസ്റ്റ് 15 ജന്മദിനമായ സ്വാതന്ത്ര്യ സമര സേനാനി. ഓഗസ്റ്റ് 15 ജന്മദിനമായ സ്വാതന്ത്ര്യ സമര സേനാനി ഗോപാലകൃഷ്ണ ഗോഖലെ, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക്, അരവിന്ദ് ഘോഷ്. ആൻസർ ഓപ്ഷൻ ഡി, അരവിന്ദ് ഘോഷ് ആണ്. ഓഗസ്റ്റ് 15 ജന്മദിനമായ സ്വാതന്ത്ര്യ സമര സേനാനി അരവിന്ദ് ഘോഷ് ആണ്. അടുത്തത്, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ നടന്ന വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ നടന്ന വർഷം? 1984 ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ നടന്നത്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എവിടെയാണ് നടന്നത്? ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ജേണൽ സിംഗ് ഭദ്രൻവാലയുടെ നേതൃത്വത്തിൽ തീവ്രവാദ പ്രസ്ഥാനത്തെ അടിച്ചമർത്താനായി ജൂൺ മാസത്തിൽ ഇന്ത്യൻ സേന സുവർണ ക്ഷേത്രത്തിൽ നടത്തിയ സൈനിക നടപടിയാണ് എന്ത്? ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്നത്. 1984 ജൂൺ 5, 6 തീയതികളിലാണ് ഈ സൈനിക നടപടി നടക്കുന്നത്. ഇതിന്റെ തൽഫലമായിട്ട് സിഖുകാർക്ക് എന്ത് ചെയ്യാണ്? ഇന്ദിരാഗാന്ധിയോട് വെറുപ്പ്, ദേഷ്യമൊക്കെ ഉണ്ടാവുകയും പിന്നീട് അതേ വർഷം തന്നെ ഇന്ദിരാഗാന്ധി തൻ്റെ സിഖുകാരനായ പടയാളിയുടെ വെടിയേറ്റ് മരിക്കുകയാണ് ചെയ്യുന്നത്. സിഖുകാരനായ കാവൽക്കാരന്റെ വെടിയേറ്റ് മരിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ജപ്പാനിൽ ആറ്റം ബോംബ് വർഷിക്കുന്ന സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? അമേരിക്കൻ പ്രസിഡന്റ് ഓപ്ഷൻ സി, ഹാരി എസ് ട്രൂമാൻ ആയിരുന്നു. ഹാരി എസ് ട്രൂമാൻ. അടുത്ത ചോദ്യം, പതിനേഴാം സാർക്ക് സമ്മേളനം നടന്ന സ്ഥലം. 17ാം സാർക്ക് സമ്മേളനം നടന്ന സ്ഥലം ഏതാണ്? അദ്ദു. ഏതാണ്? അദ്ദു. 17ാം സാർക്ക് സമ്മേളനം നടന്ന സ്ഥലം അദ്ദു ആണ്. അടുത്തത്, ജനഗണമനയ്ക്ക് സംഗീതം നൽകിയത്. ജനഗണമനയ്ക്ക് സംഗീതം നൽകിയത് ആരാണ്? രാം സിംഗ് താക്കൂർ ആണ് കേട്ടോ. രാം സിംഗ് താക്കൂർ ആണ് ജനഗണമനയ്ക്ക് സംഗീതം നൽകിയത്. എഴുതിയത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ. അടുത്ത ചോദ്യം, കരിമ്പ് ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം. കരിമ്പ് ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഏതാണ്? 2ാം സ്ഥാനമാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, 1923 കാക്കിനഡ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്തത് ഗാന്ധിയുടെ പിന്തുണ നേടിയ സാമൂഹ്യ പരിഷ്കർത്താവ്. കാക്കിനഡ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത് ഗാന്ധിയുടെ പിന്തുണ നേടിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് ആരെന്ന് പറയുന്നത്? ടി കെ മാധവൻ. ആരാണ്? ടി കെ മാധവനാണ് കാക്കിനഡ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത് ഗാന്ധിജിയുടെ പിന്തുണ നേടിയ സാമൂഹിക പരിഷ്കർത്താവ്. അടുത്ത ചോദ്യം, സിയോണിക് പ്രസ്ഥാനം ഏത് മതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? സിയോണിസ്റ്റ് പ്രസ്ഥാനം ഏത് മതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? ഓപ്ഷൻ എ, ജൂതമതം. ഏതാണ്? ഓപ്ഷൻ എ, ജൂതമതം. അടുത്ത ചോദ്യം,
ലോഹങ്ങളുടെ വൈദ്യുത ചാലകതയും താപനിലയും തമ്മിലുള്ള ബന്ധമെന്ത്? ലോഹങ്ങളുടെ വൈദ്യുത ചാലകതയും താപനിലയും തമ്മിലുള്ള ബന്ധം ഏതാണ്? താപനില കുറയുമ്പോൾ ചാലകത കൂടുന്നു. താപനില കൂടുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അവിടെ ഓൾറെഡി സ്വതന്ത്രമായിട്ട് കുറെ ഇലക്ട്രോൺസ് ഉണ്ടാവും. അതിന് കൂടുതൽ ഊർജം കിട്ടുന്ന സമയത്ത് അവർ തമ്മിൽ എന്ത് ചെയ്യും? ഇടിച്ച് അവിടെ ചാലകത കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ താപനില കുറയുമ്പോൾ ചാലകത കൂടുന്നു എന്നുള്ള ഓപ്ഷൻ ആണ് ഇവിടെ ശരിയായത്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ദ്രാവകങ്ങളുടെ സാന്ദ്രത കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ദ്രാവകങ്ങളുടെ സാന്ദ്രത കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഏത്? ഹൈഡ്രോമീറ്റർ. ഏതാണ്? ഹൈഡ്രോമീറ്റർ ആണ് ദ്രാവകങ്ങളുടെ ചാലകതയെ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന സാന്ദ്രത കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ദ്രാവകങ്ങളുടെ സാന്ദ്രത കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്? ഹൈഡ്രോമീറ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹൈഡ്രോളജി എന്തുമായി ബന്ധപ്പെട്ടുള്ള പഠനമാണ്? ഹൈഡ്രോളജി എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? ജലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനമാണ് എന്ത്? ഹൈഡ്രോളജി. അടുത്ത ചോദ്യം, വെങ്കലത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ ഏതാണ്? വെങ്കലം എന്താണ്? ഒരു അലോയ് ആണ് അല്ലെ? രണ്ട് മെറ്റലുകൾ കൂടിച്ചേർന്ന് ഉണ്ടാവുന്നതാണ് എന്തെന്ന് പറയുന്നത്? രണ്ടോ അതിലധികമോ മെറ്റലുകൾ കൂടിച്ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? അലോയ്കൾ ഉണ്ടാവുന്നത്. അപ്പോൾ വെങ്കലത്തിൽ അടങ്ങിയിരിക്കുന്നത് വെളുത്തീയവും ചെമ്പുമാണ്. ഏതാണ്? വെളുത്തീയവും ചെമ്പുമാണ് വെങ്കലത്തിൽ അടങ്ങിയിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, സ്റ്റെയിൻലെസ് സ്റ്റീലിന് കാന്തിക ശക്തി. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ കാന്തിക ശക്തി എന്താണ്? തീരെ ഇല്ല എന്നുള്ളതാണ് കേട്ടോ. അതായത് സ്റ്റീലിനാണ് കാന്തിക ശക്തി ഉള്ളത്, സ്റ്റെയിൻലെസ് സ്റ്റീലിന് എന്തില്ല? കാന്തിക ശക്തി ഇല്ല. അടുത്ത ചോദ്യം, ഒരു പദാർത്ഥത്തിന്റെ പ്രതലത്തിൽ മാത്രം ധാരാളം വാതകം വലിച്ചെടുക്കുന്ന പ്രതിഭാസത്തിന്റെ പേര്. ഒരു പദാർത്ഥത്തിന്റെ പ്രതലത്തിൽ മാത്രം ധാരാളം വാതകം വലിച്ചെടുക്കുന്ന പ്രതിഭാസത്തിന്റെ പേരാണ് എന്ത്? അതിശോഷണം. എന്ത്? അതിശോഷണം അഥവാ അഡ്സോർപ്ഷൻ എന്ന് നമ്മൾ പറയും. അതിശോഷണം. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, കുളമ്പ് രോഗത്തിന് കാരണമാകുന്നത് ഫംഗസ്, ബാക്ടീരിയ, വൈറസ്, ജീവകം സിയുടെ അപര്യാപ്തത. കുളമ്പ് രോഗത്തിന് കാരണമാകുന്നത് എന്താ? ഓപ്ഷൻ സി ആണ്, വൈറസ് ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, അന്നജത്തെ ദഹിപ്പിക്കുന്ന രാസാഗ്നിയാണ്. അന്നജത്തെ ദഹിപ്പിക്കുന്ന രാസാഗ്നിയാണ് എന്തെന്ന് പറയുന്നത്? അമിലേസ്. അന്നജത്തെ ദഹിപ്പിക്കുന്ന രാസാഗ്നിയാണ് അമിലേസ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, പേശീക്ലമം ഉണ്ടാകുമ്പോൾ അടിഞ്ഞുകൂടുന്ന അമ്ലമേത്? പേശീക്ലമം ഉണ്ടാകുമ്പോൾ അടിഞ്ഞുകൂടുന്ന അമ്ലമേത്? ഏതാണ് അമ്ലം? ഓപ്ഷൻ സി, ലാക്റ്റിക് ആസിഡ് ആണ് കേട്ടോ. ലാക്റ്റിക് അമ്ലമാണ് പേശീക്ലമം ഉണ്ടാകുമ്പോൾ അടിഞ്ഞുകൂടുന്ന അമ്ലം എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അടുത്തത്, ജന്തുക്കളെയും സസ്യങ്ങളെയും വർഗീകരിച്ച ഇന്ത്യക്കാരൻ. ജന്തുക്കളെയും സസ്യങ്ങളെയും വർഗീകരിച്ച ഇന്ത്യക്കാരൻ ആരാണ്? ചരകനാണ് കേട്ടോ. ഓപ്ഷൻ സി, ചരകൻ. ചരകനാണ് ജന്തുക്കളെയും സസ്യങ്ങളെയും വർഗീകരിച്ച ഇന്ത്യക്കാരൻ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തതിൽ പൗലോ ഫെയറിയുടെ വിദ്യാഭ്യാസ ചിന്ത ഏതാണ്? പൗലോ ഫെയറി പ്രശസ്തനായ ഒരു ഫിലോസഫിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ വിദ്യാഭ്യാസ ചിന്തയാണ് എന്തെന്ന് പറയുന്നത്? നല്ല മനുഷ്യനെ വിദ്യാഭ്യാസം രൂപപ്പെടുത്തുന്നു. നല്ല മനുഷ്യനെ വിദ്യാഭ്യാസം ഒരു നല്ല മനുഷ്യനാവാൻ അയാൾക്ക് എന്ത് വേണം? വിദ്യാഭ്യാസം വേണം എന്നുള്ളതാണ് പൗലോ ഫെയറി പറയുന്നത്. അടുത്ത ചോദ്യം,
1968 നടപ്പിലാക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ വിദ്യാഭ്യാസ നയം ഏത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്? 1968 ആദ്യത്തെ ദേശീയ വിദ്യാഭ്യാസ നയം കൊണ്ടുവരുന്നത്. അത് ഏത് കമ്മീഷന്റെ, ഏത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്? ഓപ്ഷൻ ബി, കോത്താരി കമ്മീഷൻ ആണ് കേട്ടോ. കോത്താരി കമ്മീഷൻ. അടുത്ത ചോദ്യം, പ്രൈമറി അധ്യാപക പരിശീലനത്തിനായി ജില്ലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഏതെന്ന് പറയുന്നത്? പ്രൈമറി അധ്യാപക പരിശീലനത്തിനായി ജില്ലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഏതെന്ന് പറയുന്നത്? ഡയറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഡയറ്റ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, കേന്ദ്ര ഗവൺമെന്റിന്റെ ഏത് വകുപ്പാണ് വിദ്യാഭ്യാസ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? കേന്ദ്ര ഗവൺമെന്റിന്റെ ഏത് വകുപ്പാണ് വിദ്യാഭ്യാസ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? MHRD ആണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ ഡി, MHRD. അടുത്ത ചോദ്യം, ജില്ലാ പ്രാഥമിക വിദ്യാഭ്യാസ പരിപാടി സംസ്ഥാനത്ത് ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുത്ത ജില്ലകളിൽ ഒന്ന്. ജില്ലാ പ്രാഥമിക വിദ്യാഭ്യാസ പരിപാടി സംസ്ഥാനത്ത് ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുത്ത ജില്ലകളിൽ ഒന്ന് ഏതാണ്? ഓപ്ഷൻ എ, വയനാടാണ് കേട്ടോ. വയനാടാണ്. അടുത്ത ചോദ്യം, പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികൾക്ക് CWSN വിദ്യാഭ്യാസം നേടേണ്ടത് ഏതിലൂടെയാണെന്നാണ്? സങ്കലിത വിദ്യാഭ്യാസത്തിലൂടെ. ഏതിലൂടെയാണ്? സങ്കലിത വിദ്യാഭ്യാസത്തിലൂടെയാണ് പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികൾക്ക് CWSN വിദ്യാഭ്യാസം നേടേണ്ടത്. സങ്കലിത വിദ്യാഭ്യാസത്തിലൂടെ. അടുത്ത ചോദ്യം, കേരള വിദ്യാഭ്യാസ നയം. കേരള വിദ്യാഭ്യാസ നയം, കേരള എഡ്യൂക്കേഷൻ ആക്ട് ആൻഡ് റൂൾസ് KER നിലവിൽ വന്ന വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. കേരള വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം ഏതാണ്? ഓപ്ഷൻ സി, 1959 ആണ്. 1959. അടുത്ത ചോദ്യം, കാലടി രാമകൃഷ്ണ ദ്വൈതാശ്രമ സ്ഥാപകൻ ആരാണ്? കാലടി രാമകൃഷ്ണ ദ്വൈതാശ്രമത്തിന്റെ സ്ഥാപകനാണ് ആര്? ആരാണ്? ഓപ്ഷൻ സി, ആഗമാനന്ദ സ്വാമികൾ. ആരാണ്? ആഗമാനന്ദ സ്വാമികളാണ് കാലടി രാമകൃഷ്ണ ദ്വൈതാശ്രമത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഖൽസ സൈന്യത്തിന് രൂപം നൽകിയ സിഖ് ഗുരു. ഖൽസ സൈന്യത്തിന് രൂപം നൽകിയ സിഖ് ഗുരു ആണ് ആരെന്ന് പറയുന്നത്? ഗുരു ഗോവിന്ദ് സിംഗ്. ആരാണ്? ഗുരു ഗോവിന്ദ് സിംഗ് എന്ന് പറയുന്നത്. ഖൽസ സൈന്യത്തിന് രൂപം നൽകിയ സിഖ് ഗുരു ഗുരു ഗോവിന്ദ് സിംഗ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹ വളണ്ടിയർ ക്യാപ്റ്റൻ. ഗുരുവായൂർ സത്യാഗ്രഹ വളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? ഓപ്ഷൻ സി, AK ഗോപാലൻ. AK ഗോപാലനാണ് ഗുരുവായൂർ സത്യാഗ്രഹ വളണ്ടിയർ ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹ വളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലൻ. അടുത്ത ചോദ്യം, സ്ത്രീകളുടെ നേതൃത്വത്തിൽ നടന്ന തോൽവിറക് സമരം നടന്ന ജില്ല. തോൽവിറക് സമരം നടന്ന ജില്ല. ഈ കൂട്ടത്തിൽ ഏത് ജില്ലയിലാണ് തോൽവിറക് സമരം നടന്നത്? ഓപ്ഷൻ ഡി ആണ്, കാസർഗോഡാണ് കേട്ടോ. കാസർഗോഡാണ് തോൽവിറക് സമരം നടന്ന ജില്ല എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം,
താഴെ പറയുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ പെടുന്നത് വിദ്യുത് ശക്തി എന്താണ്? വിദ്യുത് ശക്തിയാണ് താഴെ പറയുന്നതിൽ കൺകറന്റ് ലിസ്റ്റിൽ പെടുന്നത്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. 30 ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, സമ്പൂർണ്ണ വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവ്. സമ്പൂർണ്ണ വിപ്ലവാശയത്തിന്റെ ഉപജ്ഞാതാവാണ് ആരെന്ന് പറയുന്നത്? ജയപ്രകാശ് നാരായണൻ. സമ്പൂർണ്ണ വിപ്ലവാശയത്തിന്റെ ഉപജ്ഞാതാവാണ് ആര്? ജയപ്രകാശ് നാരായണൻ. ജയപ്രകാശ് നാരായണനാണ് സമ്പൂർണ്ണ വിപ്ലവാശയത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ഉത്തരാധുനിക സിദ്ധാന്തത്തിന്റെ വക്താക്കളിൽ പെടുന്നത്. ഉത്തരാധുനിക സിദ്ധാന്തത്തിന്റെ വക്താക്കളിൽ പെടുന്നത് ആരാണ്? ഉത്തരാധുനിക സിദ്ധാന്തത്തിന്റെ വക്താക്കളിൽ പെടുന്ന ആളാണ് ആര്? നോം ചോസ്കി. ആരാണ്? നോം ചോസ്കി. LAD ഒക്കെ അദ്ദേഹത്തെ പേര് പറയുമ്പോൾ നമ്മൾ ഓർക്കുണ്ടാവണം ഉത്തരാധുനിക സിദ്ധാന്തത്തിന്റെ വാക്കുകൾ, അതുപോലെ തന്നെ LAD. അടുത്തത്, ആൾട്ടിമാറ ഗുഹാചിത്രങ്ങൾ നിലകൊള്ളുന്ന രാജ്യം. ആൾട്ടിമാറ ഗുഹാചിത്രങ്ങൾ നിലകൊള്ളുന്ന രാജ്യം. ഓപ്ഷൻസ് 2 ഓപ്ഷൻസ് ഇതിലുള്ളൂ. ഇതില് സ്പെയിൻ ആണ് ശരിയായ ഉത്തരം കേട്ടോ. സ്പെയിൻ ആണ് ആൾട്ടിമാറ ഗുഹാചിത്രങ്ങൾ നിലകൊള്ളുന്ന രാജ്യം എന്ന് പറയുന്നത്. അടുത്തത്, രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര അടുത്ത ചോദ്യം, രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെയാണ്? രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം ഹൈദരാബാദിലാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം, ഹൈദരാബാദ്. അടുത്ത ചോദ്യം, ശ്രീനഗർ ഏത് നദിയുടെ തീരത്താണ്? ശ്രീനഗർ ഏത് നദിയുടെ തീരത്താണ്? ഓപ്ഷൻ എ ഝലം. ഝലമാണ് എന്ത്? ശ്രീനഗർ ഏത് നദിയുടെ തീരത്താണ്? ഝലം. അടുത്ത ചോദ്യം, നടുവത്തൂർ വാസുദേവാശ്രമ സ്ഥാപകൻ ആരാണ്? നടുവത്തൂർ വാസുദേവാശ്രമ സ്ഥാപകനാണ് സ്വാമി പരമാനന്ദ. ആരാണ്? സ്വാമി പരമാനന്ദയാണ് നടുവത്തൂർ വാസുദേവാശ്രമത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, തൃപ്പടിദാനം നടന്ന വർഷം. തൃപ്പടിദാനം നടന്ന വർഷം 1750 ആണ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, തത്വപ്രകാശാശ്രമത്തിന്റെ സ്ഥാപകൻ. തത്വപ്രകാശാശ്രമത്തിന്റെ സ്ഥാപകൻ ആരാണ്? തത്വപ്രകാശാശ്രമത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് വാഗ്ഭടാനന്ദനാണ് കേട്ടോ. വാഗ്ഭടാനന്ദൻ. തത്വപ്രകാശാശ്രമത്തിന്റെ സ്ഥാപകനാണ് ആരെന്ന് പറയുന്നത്? വാഗ്ഭടാനന്ദൻ. അടുത്ത ചോദ്യം, ജനങ്ങളുടെ ആധ്യാത്മ വിമോചനത്തിന്റെ ആധികാര രേഖയായ സ്മൃതി എന്നു ക്ഷേത്രപ്രവേശന വിളംബരത്തെ കുറിച്ച് അഭിപ്രായപ്പെട്ടത് ആരാണ്? ജനങ്ങളുടെ ആധ്യാത്മ വിമോചനത്തിന്റെ അധികാര രേഖയായ സ്മൃതി എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ കുറിച്ച് അഭിപ്രായപ്പെട്ടത് മഹാത്മാഗാന്ധിയാണ് കേട്ടോ. മഹാത്മാഗാന്ധി. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, രാജ്യസഭയിലെ അംഗങ്ങളുടെ കാലാവധി. രാജ്യസഭയിലെ അംഗങ്ങളുടെ കാലാവധി 5 വർഷമാണ് കേട്ടോ. 6 വർഷമാണ്. 6 വർഷം. രാജ്യസഭയുടെ അംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, സെൻട്രൽ കോക്കനട്ട് റിസർച്ച് സ്റ്റേഷൻ കേരളത്തിൽ എവിടെ സ്ഥിതി ചെയ്യുന്നു? സെൻട്രൽ കോക്കനട്ട് റിസർച്ച് സ്റ്റേഷൻ കേരളത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കാസർഗോഡാണ് സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. സെൻട്രൽ കോക്കനട്ട് റിസർച്ച് സ്റ്റേഷൻ കേരളത്തിൽ കാസർഗോഡാണ്. അടുത്ത ചോദ്യം, പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം. ഓപ്ഷൻസ് അടുത്ത പേജിലാണ്, നമുക്ക് നോക്കാം. പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ്? പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം
1951 കേട്ടോ. ഓക്കെ, 1951 ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, മലബാറിലെ BM പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തി. മലബാർ BM പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ്? ഗുണ്ടർട്ട് ആണ് കേട്ടോ. ഗുണ്ടർട്ട്, ഹെർമൻ ഗുണ്ടർട്ട് ആണ് മലബാർ BM പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, സ്വാമി ശിവാനന്ദ പരമഹംസ വടകരയിൽ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം. സ്വാമി ശിവാനന്ദ പരമഹംസ വടകരയിൽ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ്? സിദ്ധ സമാജ പ്രസ്ഥാനമാണ്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. സിദ്ധ സമാജ പ്രസ്ഥാനം. സിദ്ധ സമാജ പ്രസ്ഥാനം. അടുത്ത ചോദ്യം, രാജാസ് ഫ്രീ സ്കൂൾ തിരുവനന്തപുരത്ത് ആരംഭിച്ചത് ആരാണ്? രാജാസ് ഫ്രീ സ്കൂൾ തിരുവനന്തപുരത്ത് ആരംഭിച്ചത് ആരാണ്? സ്വാതി തിരുനാളാണ് കേട്ടോ. സ്വാതി തിരുനാൾ. സ്വാതി തിരുനാളാണ് രാജാസ് ഫ്രീ സ്കൂൾ തിരുവനന്തപുരത്ത് ആരംഭിച്ചത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് സുരക്ഷാ കവച സിദ്ധാന്തം, സേഫ്റ്റി വാൽവ് തിയറി കൊണ്ടുവന്നത് ആര്? INCയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് സേഫ്റ്റി വാൽവ് തിയറി കൊണ്ടുവന്നത് ആരാണെന്നാണ് ചോദ്യം. ആരാണ്? ഓപ്ഷൻ ഡി, ലാലാ ലജ്പത് റായ്. ലാലാ ലജ്പത് റായ് ആണ് സേഫ്റ്റി വാൽവ് തിയറി കൊണ്ടുവരുന്നത്. അതുപോലെ ചോർച്ച സിദ്ധാന്തം ആരുടെയാണ്? ദാദാഭായ് നവരോജിയുടെയാണ് കേട്ടോ. ദാദാഭായ് നവരോജിയുടെ ആണ് ചോർച്ച സിദ്ധാന്തം. അടുത്ത ചോദ്യം, സാമുദായിക പുരസ്കാരം കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. സാമുദായിക പുരസ്കാരം കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? റാംസെ മക്ഡൊണാൾഡ്സ്. റാംസെ മക്ഡൊണാൾഡ്സ് ആണ് ആര്? കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. സാമുദായിക പുരസ്കാരം പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസെ മക്ഡൊണാൾഡ്സ്. അടുത്തത്, താഷ്കെന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. താഷ്കെന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഓപ്ഷൻ ഡി ആണ് ലാൽ ബഹദൂർ ശാസ്ത്രി. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ ഡി, ലാൽ ബഹദൂർ ശാസ്ത്രി. അടുത്ത ചോദ്യം, കൂട്ടുകാരുടെ സ്നേഹം സമ്പാദിക്കാനാവാത്ത കുട്ടി റൗഡിയായി പേരെടുക്കുന്നു. ഇത് എന്തിന്റെ ഉദാഹരണമാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, പ്രതിപൂർത്തിയാണ്. ഓപ്ഷൻ എ, പ്രതിപൂർത്തിയാണ് കേട്ടോ. ഓപ്ഷൻ എ, പ്രതിപൂർത്തിയാണ്. അടുത്ത ചോദ്യം, ബ്രൂണറുടെ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയിട്ടുള്ള ബോധന മാതൃക. ബ്രൂണറുടെ സിദ്ധാന്തത്തിൽ അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെടുത്തിയിട്ടുള്ള ബോധന മാതൃക എന്താണ്? അദ്ദേഹം കൺസെപ്റ്റ് ലേണിങ്ങിനാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ആശയ സമ്പാദന മാതൃക. എന്താണ് ആശയ സമ്പാദന മാതൃക? ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചത്. ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചത് എവിടെയാണ്? വില്യം വുഡ് ആണ്. വില്യം വുഡ്. 51 സി ആണ്. വില്യം വുഡ് ആണ് ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചത്. വില്യം വുഡ്. അടുത്തത്, ഇന്ദ്രിയ ചാലക ഘട്ടം എന്നാൽ ഏതാണ്? ഇന്ദ്രിയ ചാലക ഘട്ടം എന്നാൽ ജീൻ പിയാഷെയുടെ ആദ്യത്തെ ഘട്ടമാണ് അല്ലെ. അത് 2 വയസ്സ് വരെയാണ്. 0 മുതൽ 2 വയസ്സ് വരെയാണ് ഇന്ദ്രിയ ചാലക ഘട്ടം. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, AD 1526 പാനിപ്പട്ട് യുദ്ധത്തിൽ ഇബ്രാഹിം ലോധിയാണ് കേട്ടോ. ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തിയത് ആരാണ്? ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തിയത് ആരാണ്?
ബാബർ ആണ് കേട്ടോ. അതിനുശേഷം ബാബർ വന്ന ശേഷം എന്ത് സംഭവിച്ചു? ഇവിടെ മുഗൾ സാമ്രാജ്യം വരികയാണ്. 1526 പാനിപ്പട്ട് യുദ്ധത്തിൽ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തിയിട്ടാണ് ബാബർ വരുന്നത്. അടുത്ത ചോദ്യം, ഭക്തി പ്രസ്ഥാനം രൂപം കൊണ്ടത് 7-ാം നൂറ്റാണ്ടിൽ തന്നെയാണ് കേട്ടോ. ഭക്തി പ്രസ്ഥാനം രൂപം കൊണ്ടത് 7-ാം നൂറ്റാണ്ടിൽ. അടുത്ത ചോദ്യം, ഗ്രാൻഡ് കനൈൻ സ്ഥിതി ചെയ്യുന്നത് അമേരിക്കൻ ഐക്യനാടുകളിലാണ്. ഗ്രാൻഡ് കനൈൻ സ്ഥിതി ചെയ്യുന്നത് അമേരിക്കൻ ഐക്യനാടുകളിലാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ വെങ്കല യുഗത്തിൽ പെടാത്ത സംസ്കാരം ഏത്? വെങ്കല യുഗത്തിൽ പെടാത്ത സംസ്കാരം ഗ്രീക്ക് സംസ്കാരമാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. വെങ്കല യുഗത്തിൽ പെടാത്ത സംസ്കാരം ഗ്രീക്ക് സംസ്കാരം. ഇന്ത്യയിൽ ആദ്യം രൂപം കൊണ്ട സാമ്രാജ്യം ഏതാണ്? മൗര്യ സാമ്രാജ്യമാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. മൗര്യ സാമ്രാജ്യം. അടുത്ത ചോദ്യം, യവന ഭാരതീയ ശൈലികളുടെ കൂട്ടിച്ചേരലിൽ ഉണ്ടായ ശില്പകലാരീതി ഏത്? ഗാന്ധാര കലാരീതി. ഏതാണ്? ഗാന്ധാര കലാരീതി. 58 ബി ആണ് ആൻസർ. അടുത്തത്, ഹർഷവർദ്ധനന്റെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് സഞ്ചാരി ഹർഷവർദ്ധനന്റെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് സഞ്ചാരിയാണ് ഹുയാൻസാങ് ആണ് ഹർഷവർദ്ധന്റെ കാലത്ത് ഇന്ത്യയെ സന്ദർശിച്ച ചൈനീസ് സഞ്ചാരി എന്ന് പറയുന്നത്. അടുത്തത്, ബഹിരാകാശ ഉപഗ്രഹം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. SLV-3 ആണ് ബഹിരാകാശ ഉപഗ്രഹം അല്ലാത്തത്. അടുത്ത ചോദ്യം, കൽക്കരിയിൽ പെടാത്ത ഇനമേത്? ഇതില് കൽക്കരിയിൽ പെടാത്തത് ഏതാണ്? ഗ്രാഫൈറ്റ് ആണ് കേട്ടോ. ഗ്രാഫൈറ്റ് ആണ് ഇവിടെ കൽക്കരിയിൽ പെടാത്തത്. അടുത്ത ചോദ്യം, സിറസ്, സെർലിന, ദ്രുമ എന്നിവ എന്താണെന്നാണ് ചോദ്യം. സിറസ്, സെർലിന, ദ്രുമ ഗാലക്സികളല്ല, നക്ഷത്രങ്ങളല്ല, റേഡിയോ ആക്റ്റീവ് മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുന്ന റിയാക്ടറുകളാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. റേഡിയോ ആക്റ്റീവ് മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുന്ന റിയാക്ടറുകളാണ്. അടുത്തത്, ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഫെബ്രുവരി 28 ആണ്. ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി 28 ആണ്. അടുത്ത ചോദ്യം, ദേശീയ യുവജന ദിനം ജാനുവരി 12 ആണ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ജാനുവരി 12. അടുത്ത ചോദ്യം, ചൈനയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഹൊയാൻഹോ ആണ് കേട്ടോ. ഹൊയാൻഹോ ആണ് ചൈനയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി. അടുത്തത്, മഹാസ്നാനഘട്ടം ഉദ്ഖനനം ചെയ്യപ്പെട്ട സ്ഥലം ഏതാണ്? മോഹൻജദാരോ ആണ് അല്ലെ. മോഹൻജദാരോ. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. കൺഫ്യൂഷനിസം എന്ന തത്വചിന്താധാര ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്? കൺഫ്യൂഷനിസം എന്ന തത്വചിന്താധാര ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ, ചൈനീസ് സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് കൺഫ്യൂഷനിസം. അടുത്ത ചോദ്യം, നൗജവാൻ ഭാരത് സഭയുടെ സ്ഥാപകൻ ആര്? നൗജവാൻ ഭാരത് സഭയുടെ സ്ഥാപകൻ ആരാണ്? ഭഗത് സിംഗ് ആണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ആരാണ്? ഭഗത് സിംഗ് ആണ് കേട്ടോ. 68 ഡി. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ പ്രഥമ അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഇന്ത്യയുടെ പ്രഥമ അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ
ഹോമി ജഹാംഗീർ ബാബയാണ്. ഇന്ത്യയുടെ പ്രഥമ അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ ഹോമി ജഹാംഗീർ ബാബ. ഇന്ത്യയുടെ സ്പേസ് റിസർച്ച് സെന്ററിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ISROന്റെ ആസ്ഥാനം ബാംഗ്ലൂരു ആണ്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെയാണ്? ഓക്കെ, അടുത്ത ചോദ്യം. കേരള മന്ത്രിസഭയുടെ ഇപ്പോഴത്തെ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ്? വി ശിവൻകുട്ടിയാണ്. തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ്. 2021 വയലാർ അവാർഡിന് അർഹമായ കൃതി ഏതാണ്? മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങളാണ് വയലാർ അവാർഡ്. 2021 വയലാർ അവാർഡ് ലഭിച്ച കൃതി എന്ന് പറയുന്നത്. അത് ആരുടെ കൃതിയാണ്? ബെന്യാമിന്റെ കൃതിയാണ് കേട്ടോ. 2021 ബെന്യാമിന്റെ കൃതിയാണ് മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. 2023 ശ്രീകുമാരൻ തമ്പി ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് വയലാർ പുരസ്കാരം 2023 ലഭിച്ചിട്ടുള്ളത്. 2022 എസ് ഹാരിഷ് ആണ് മീശ എന്ന കൃതിക്ക് എസ് ഹാരിഷിനാണ് വയലാർ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം. വിന്ധ്യ പർവ്വത നിരകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ. വിന്ധ്യ പർവ്വത നിരകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ ഏതാണ്? ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്. 73 എ ആണ് ആൻസർ. 73 എ. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശിലാണ് വിന്ധ്യ പർവ്വത നിരകൾ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം. ജർവകൾ എന്ന ആദിമ മനുഷ്യഗോത്രം ജീവിക്കുന്ന ഇന്ത്യൻ പ്രദേശം. ജർവകൾ എന്ന ആദിമ മനുഷ്യഗോത്രം ജീവിക്കുന്ന ഇന്ത്യൻ പ്രദേശം ലക്ഷദ്വീപ് അല്ല, ഉത്തരാഞ്ചൽ അല്ല, ആൻഡമാൻ ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ജർവകൾ എന്ന ആദിമ മനുഷ്യൻ താമസിക്കുന്ന സ്ഥലം, ഇന്ത്യയിലെ സ്ഥലമാണെന്ന് ആൻഡമാൻ. അടുത്തത്. സ്വാതന്ത്ര്യ ഇന്ത്യയിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1000 രൂപയുടെ നോട്ട് പുറത്തിറക്കിയ വർഷം. 1000 രൂപയുടെ നോട്ട് പുറത്തിറക്കിയ വർഷം ഏതാണ്? 1954 കേട്ടോ. 1954 1000 രൂപ നോട്ട് പുറത്തിറക്കിയ വർഷം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. ഭരണഘടന അനുച്ഛേദം 326 വരുത്തിയ ഭേദഗതിയിലാണ് 61ാം ഭേദഗതി. ഇന്ത്യയിൽ പ്രായപൂർത്തി വോട്ടവകാശത്തിനുള്ള പ്രായം 21 നിന്നും 28 ആക്കിയത് ഏത് വർഷമാണ്? പ്രായപൂർത്തിയായവർക്ക്, അതായത് 21 വോട്ട് ചെയ്യുന്നതിന് പകരം 18 മുതൽ വോട്ടവകാശം നൽകിയത് അനുച്ഛേദം 326 ഭേദഗതി വെച്ചിട്ടാണ്. അത് ഏത് വർഷമാണ് ഇറക്കപ്പെട്ടത്? ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. 1989. 1989 ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്നതിൽ റേറ്റ് കോൺസ്റ്റന്റുകളിൽ ഒരു ഫസ്റ്റ് ഓർഡർ രാസപ്രവർത്തനത്തെ സൂചിപ്പിക്കുന്നത്. ഫസ്റ്റ് ഓർഡർ രാസപ്രവർത്തനത്തെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. K = 6.5 × 10⁵ പെർ സെക്കൻഡ്. ഇവിടെ യൂണിറ്റ് ആണ് നോക്കേണ്ടത്. ഒരു ഫസ്റ്റ് ഓർഡർ രാസപ്രവർത്തനത്തിന്റെ യൂണിറ്റ് എപ്പോഴായിരിക്കും? പെർ സെക്കൻഡ് ആയിരിക്കും ട്ടോ. അടുത്തത്. കൊബാൾട്ടിന്റെ ഇലക്ട്രോൺ വിന്യാസം കണ്ടെത്തുക. കൊബാൾട്ടിന്റെ ഇലക്ട്രോൺ വിന്യാസം കണ്ടെത്തുക. നമുക്കറിയാം കൊബാൾട്ടിന്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? കൊബാൾട്ടിന്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 27 ആണ്. 27 ആണ്. അപ്പോൾ ഇവിടെ ആർഗണിന്റെ ഓൾറെഡി നമുക്ക് കൊടുത്തിട്ടുണ്ട്. ആർഗണിലെ കൊടുക്കുന്ന സമയത്ത് എത്ര കുറയും? 18 കുറയും അല്ലെ? 18 കുറയും. അപ്പൊ ഇവിടെ 18 ഇലക്ട്രോണുകൾ അവിടെ പോയി കഴിഞ്ഞു. ഇനി എത്ര ഉണ്ട്? 9 ആളുണ്ട്. 9 ആളപ്പോ എങ്ങനെ പോവും? S-ൽ ആദ്യം 4s-ൽ ആദ്യം പോവും. 4s to 3d 7.
4:3D7. 3D7 4:2. അടുത്ത ചോദ്യം ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം കേട്ടോ. 78 ഓപ്ഷൻ എ. അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ഐസോ ഇലക്ട്രോണിക് അല്ലാത്തത് എന്ന് കണ്ടെത്തി എഴുതുക. ഇതിൽ ഐസോ ഇലക്ട്രോണിക് ഒരേ ഇലക്ട്രോണുകളുടെ എണ്ണം ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഐസോ ഇലക്ട്രോണിക് എന്ന് പറയാം. ഇവിടെ പൊട്ടാസ്യം K+ ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ 18 ഇലക്ട്രോൺ ആവും. ഇവിടെ Ca2+ ആയാലും ഇവിടെ 18 ഇലക്ട്രോൺ ആവും. സ്കാൻഡിയം 3+ ആയാലും ഇവിടെ 18 ഇലക്ട്രോൺ ആവും. അപ്പോൾ ഓപ്ഷൻ എ ഐസോ ഇലക്ട്രോണിക് ആണ്. ലിഥിയം, സോഡിയം, സ്കാൻഡിയം നോക്കിയാൽ തന്നെ നമുക്കറിയാം ഇവര് ഒരേ പീരീഡ് തന്നെ വ്യത്യാസം ഉണ്ട് അല്ലെ. ലിഥിയത്തില് എന്തേ ഉള്ളൂ? സോഡിയത്തിൽ എത്രയുണ്ട്? 11 ഇലക്ട്രോൺ ഉണ്ട്. 1 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 10 ആവും അല്ലെ. ലിഥിയത്തിൽ 3 ഇലക്ട്രോണേ ഉള്ളൂ. അത് 1 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 2 ആവും. സ്കാൻഡിയം എന്താവും? സ്കാൻഡിയത്തിൽ 3+ എന്ന് വെച്ച് കഴിഞ്ഞാൽ 18 ആണ്. ഇവിടെ ഐസോ ഇലക്ട്രോണിക് അല്ലാത്തത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം ഡൈബ്രോമോപ്രോപ്പൈൻ മെറ്റാലിക് സിങ്കുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്നത്. ഡൈബ്രോമോപ്രോപ്പൈൻ മെറ്റാലിക് സിങ്കുമായി, ഒരു മെറ്റലുമായി, അതായത് ഓർഗാനിക് റിയാക്ഷൻ ആണ്. ഇത് മെറ്റലുമായിട്ട് എന്ത് ചെയ്യും? പ്രവർത്തിച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് സൈക്ലോപ്രോപ്പൈൻ. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ഡൈബ്രോമോപ്രോപ്പൈൻ മെറ്റാലിക് സിങ്കുമായി പ്രവർത്തിച്ചാൽ നമുക്ക് കിട്ടുന്നത്, അവിടെ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? സൈക്ലോപ്രോപ്പൈൻ കിട്ടും. സൈക്ലിക് റിംഗ് ആണ് നമുക്ക് കിട്ടുക. ശരാശരി ബോണ്ട് ലെങ്ത് ഏറ്റവും കൂടുതൽ ഏതിനെന്ന് കണ്ടെത്തുക. ശരാശരി ബോണ്ട് ലെങ്ത് ഏറ്റവും കൂടുതൽ ഏതുള്ളത്? ഇതിലെല്ലാറ്റിലും കാർബൺ കോമൺ ആണല്ലേ. എല്ലാറ്റിലും C കോമൺ ആയിട്ടുണ്ട്. അതിന് അടുത്ത ആരാ വരുന്നത്? ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ, കാർബൺ. ഇവിടെ കാർബണിന്റെ ബാക്കി എല്ലാറ്റിനും എന്താണ്? കാർബണേക്കാളും ഇലക്ട്രോൺ ആക്ടിവിറ്റി കുറച്ച് കൂടുതലാണ്. ഇലക്ട്രോൺ അഫിനിറ്റി കൂടുതലാണ്. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ വരാനുള്ള സാധ്യത ഏതാണ്? കാർബൺ ആണ് കേട്ടോ. ഇവിടെ സിയും എച്ച് ഉണ്ടെങ്കിലും സി എച്ചും തമ്മിലുള്ള എച്ചിന്റെ സൈസ് കുറവായതുകൊണ്ട് അവിടെ ബോണ്ട് ലെങ്ത് അത്രയും തന്നെ വരില്ല. അപ്പൊ ഇവിടെ ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം ലിക്വിഡ് ഗ്യാസ് എന്നറിയപ്പെടുന്ന പദാർത്ഥത്തിന്റെ വ്യത്യസ്തമായ അവസ്ഥ യാഥാർത്ഥ്യത്തിൽ ഏതാണ്? ലിക്വിഡ് ഗ്യാസ് എന്നറിയപ്പെടുന്ന പദാർത്ഥത്തിന്റെ വ്യത്യസ്തമായ അവസ്ഥ യഥാർത്ഥത്തിൽ ആരാണ്? എലിപ്സോയിഡൽ കൊളോയിഡുകളുടെ സസ്പെൻഷൻ ആണ് നമ്മൾ എന്തെന്ന് പറയാ? ലിക്വിഡ് ഗ്ലാസ് എന്ന് പറയാം. എന്താണ്? എലിപ്സോയിഡൽ കൊളോയിഡുകളുടെ സസ്പെൻഷൻ ആണ്. ഓക്കെ, കൊളോയിഡുകളുടെ സസ്പെൻഷൻ ആണ് എന്താ? ലിക്വിഡ് ഗ്ലാസ് എന്ന് അറിയപ്പെടുന്നു. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം ലിഥിയം അയോൺ ബാറ്ററികൾക്ക് പകരം പരിസ്ഥിതി സൗഹാർദ്ദമായി ഉപയോഗിക്കാവുമെന്ന് പുതുതായി കണ്ടെത്തിയ ഏത് ലോഹ ആനോഡുകളെയാണ്? ഇവിടെ ലിഥിയം അയോൺ ബാറ്ററിക്ക് പകരം നമുക്ക് പരിസ്ഥിതി സൗഹാർദ്ദപരമായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് സോഡിയം ആണ് കേട്ടോ. സോഡിയം ആണ്. സോഡിയം അയോണിനെ വെച്ച് നമ്മൾ എന്ത് ചെയ്യുക? റീപ്ലേസ് ചെയ്യുക. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം ഡിസംബർ 5ന്റെ പ്രാധാന്യം എന്ത്? ഡിസംബർ 5ന്റെ പ്രാധാന്യം ഓപ്ഷൻ എ ലോക മണ്ണ് ദിനമാണ്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ലോക മണ്ണ് ദിനം. അടുത്ത ചോദ്യം ഗന്ധം തിരിച്ചറിയുന്നതിന് സഹായിക്കുന്നതിന്റെ ഭാഗമായ ജേക്കബ്സൺസ് ഓർഗൻ കാണപ്പെടുന്ന ജീവി ഏതാണ്? ജേക്കബ്സൺസ് ഓർഗൻ കാണപ്പെടുന്ന ജീവിയാണ് പാമ്പ്. അത് ഗന്ധം തിരിച്ചറിയുന്നതിന് സഹായിക്കുന്നതിനായിട്ടാണ് ജേക്കബ്സൺസ് ഓർഗൻ പാമ്പിൽ കാണപ്പെടുന്നത്. അടുത്ത ചോദ്യം 6 കിങ്ഡം വർഗീകരണ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ്. 6 കിങ്ഡം വർഗീകരണ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് കാൾ വൗസ്. ആരാണ്? കാൾ വൗസ്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം ക്യൂണിക്കൾച്ചർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കും? ക്യൂണിക്കൾച്ചർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മുയൽ വളർത്തലുമായിട്ടാണ് കേട്ടോ. മുയൽ വളർത്തലുമായി ബന്ധപ്പെട്ടതാണ് ക്യൂണിക്കൾച്ചർ. അടുത്ത ചോദ്യം
കോശ വിഭജനത്തിന്റെ ഭാഗമായി നടക്കുന്ന ന്യൂക്ലിയസ് വിഭജനത്തിൽ പുത്രിക ന്യൂക്ലിയസുകൾ രൂപം കൊള്ളുന്ന ഘട്ടമേത്? കോശ വിഭജനത്തിന്റെ ഭാഗമായി നടക്കുന്ന ന്യൂക്ലിയസ് വിഭജനത്തിൽ പുത്രിക ന്യൂക്ലിയസുകൾ രൂപം കൊള്ളുന്ന ഘട്ടമാണ് എന്തെന്ന് പറയുന്നത്? ടീലോഫേസ് എന്ന് പറയുന്നത്. 88 ഡി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ഒരാൾ തന്റെ മോട്ടോർ ബൈക്കിൽ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് 70 കിലോമീറ്റർ വേഗത്തിൽ പോയാൽ 6 മിനിറ്റ് വൈകി എത്തും. എന്നാൽ 80 കിലോമീറ്റർ വേഗത്തിൽ പോയാൽ 6 മിനിറ്റ് നേരത്തെയും എത്തുമെങ്കിൽ വീട്ടിൽ നിന്ന് ഓഫീസിലേക്കുള്ള ദൂരം എത്ര കിലോമീറ്റർ ആണ്? ഇവിടെ നമ്മൾ നോക്കുക, ഇവിടെ നമുക്ക് ഏകദേശം 70 കിലോമീറ്ററിൽ പോകുമ്പോഴും 80 കിലോമീറ്റർ പോകുമ്പോഴും ഉണ്ടാകുന്ന വ്യത്യാസം എന്ന് പറയുന്നത് ഒരു 12 മിനിറ്റിന്റെ വ്യത്യാസമാണ് അല്ലെ? ഇവിടെ 12 മിനിറ്റിന്റെ വ്യത്യാസമാണ് നമുക്ക് ഉണ്ടാവുക. ഇവിടെ നമുക്ക് 70 കിലോമീറ്റർ 80 കിലോമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? സ്പീഡല്ല, 70 കിലോമീറ്റർ വേഗത്തിൽ നമുക്ക് ഡിസ്റ്റൻസ് നോക്കാം. നമുക്കിവിടെ S1 into S2 divided by S2 minus S1 into T by 60 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഉത്തരം കിട്ടും. നമുക്ക് S1 ഉം S2 ഉം എത്രയാണ്? S1 70 ആണ്, ഇൻറ്റു S2 എന്ന് പറയുന്നത് 80 ആണ്, ഡിവൈഡഡ് ബൈ S1 മൈനസ് S2 മൈനസ് S1 എന്ന് പറയുന്നത് 10 ആണ്, ഇൻറ്റു നമുക്ക് ഉള്ള ടൈം വ്യത്യാസം എന്ന് പറയുന്നത് 12/60 ആണ് അല്ലേ? നമുക്ക് ഫൈനലി കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? 112. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, ആദ്യത്തെ 32 എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ ശരാശരി എത്രയാണ്? നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ ഇട്ട് ചെയ്യാം. n into n plus 1 the whole square divided by 4. ഇവിടെ n ന്റെ സ്ഥാനത്ത് എന്ത് ചെയ്യുക? 32 into 32 plus 1 the whole square divided by 4. നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ എന്ത് കിട്ടും? ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം കിട്ടുക. ഓപ്ഷൻ ബി. ഓക്കെ, അടുത്ത ചോദ്യം, 13 സെന്റിമീറ്റർ വശമുള്ള ചതുരത്തിന്റെ വികർണം വശമാക്കി വരയ്ക്കുന്ന സമചതുരത്തിന്റെ പരപ്പളവ് എത്ര ചതുരശ്ര സെന്റിമീറ്റർ ആയിരിക്കും? ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? എ എന്ന് പറയുന്നത് 13 ആണ്. ഒരു സൈഡ് എന്ന് പറയുന്നത് 13 ആണ്. സമചതുരത്തിന്റെ വികർണം വശമാക്കി വരയ്ക്കുന്ന സമചതുരത്തിന് 13 സെന്റിമീറ്റർ വശമുള്ള ഒരു സമചതുരത്തിന്റെ വികർണം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 13 √2 ആയിരിക്കും അതിന്റെ വികർണം. അതായത് 13 സൈഡായിട്ട് വരുന്ന സമയത്ത് ഡയഗണൽ എന്താവും? 13 √2 ആവും. അപ്പൊ അതിന് സൈഡാക്കി വരയ്ക്കുന്ന ആളുടെ എന്തായിരിക്കും വിസ്തീർണം എന്ന് പറയുന്നത്? 13 √2 the whole square ആണ്. 13 √2 the whole square ആണ് ഉത്തരം. 2 into 13 സ്ക്വയർ ആണ് 169 into 2 എത്ര വരും? 338 വരും. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ഫ്രോയിഡിന്റെ മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൽ പ്രകാരം ജന്മവാസനകളുടെ പ്രാകൃത വികാര വിചാരമുള്ളവരുടെയും ഉറവിടമായ വ്യക്തിത്വ ഘടകം. ജന്മവാസനകളുടെയും പ്രാകൃത വികാര വിചാരങ്ങളുടെയും ഉറവിടമായ വ്യക്തിത്വ ഘടകമാണ് എന്തെന്ന് പറയുന്നത്? ഡി ആണ് ശരിയായ ഉത്തരം. ഇതാണ് ട്ടാ, ഇത്. ഓപ്ഷൻ ഡി. ഒരു സെൽഫ്, എന്റേത് മാത്രം ചിന്തിക്കുന്ന ഒരു തരം
രീതിയാണ് എന്ത് ഇതിനുള്ളത്. അടുത്ത ചോദ്യം, പഠനത്തിൽ മികവ് പുലർത്താനാവാത്ത ഒരു കുട്ടി ചിത്രരചനയിൽ മികവ് പുലർത്താൻ ശ്രമിക്കുന്നു. ഏത് തരത്തിലുള്ള സമായോജന പ്രക്രിയയാണ് ഇവിടെ കാണാവുന്നത്? ഇവിടെ ഏതാണ് ഒന്നിലെ കുറവ് മറ്റൊന്നുകൊണ്ട് പൂർത്തീകരിക്കുന്നു? അത് ഓപ്ഷൻ സി, അനുപൂരണം, കോമ്പൻസേഷൻ ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. അടുത്തത്, ഭിത്തിക എന്ന ചിഹ്നം എന്തിനു ഉപയോഗിക്കുന്നു? ഗ്രാഫിയ എന്ന് പറയും. ശരിയായ രീതിയിൽ എഴുതാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? ഡിസ്ഗ്രാഫിയ ആണെന്ന് പറയും. ഡിസ്ലെക്സിയ ശരിയായ രീതിയിൽ വായിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ പറയുന്നത് മനസ്സിലാക്കി എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഡിസ്ലെക്സിയ ആണ്. ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത് ലേഖന ശേഷിയെ ബാധിപ്പിക്കുന്ന ഒരു പഠന വൈകല്യമാണ് കേട്ടോ. അടുത്ത ചോദ്യം, എന്താണ് ടാലന്റ് ലാബ്? ടാലന്റ് ലാബ് എന്ന് വെച്ചാൽ എന്താ? കുട്ടികളുടെ അഭിരുചിയുടെ മേഖല കണ്ടെത്തി സ്കൂൾ പഠനകാലത്ത് തന്നെ പരിശീലനവും പ്രോത്സാഹനവും നൽകുന്നതാണ് എന്ത്? ടാലന്റ് ലാബ് എന്ന് പറയുന്നത്. കുട്ടികളുടെ അഭിരുചിയുടെ മേഖല കണ്ടെത്തുക, സ്കൂൾ പഠനകാലത്ത് തന്നെ പരിശീലനവും പ്രോത്സാഹനവും നൽകാനുള്ളതാണ് എന്ത്? ടാലന്റ് ലാബ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, മിടുക്കർ എന്ന പദം ഏത് ബഹുവചന വിഭാഗത്തിൽ പെടുന്നു? മിടുക്കർ എന്ന പദം ഏത് ബഹുവചന വിഭാഗത്തിൽ പെടുന്നു? അലിംഗ ബഹുവചനം. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. മിടുക്കർ എന്ന് പറയുന്നത് അലിംഗ ബഹുവചനത്തിൽ പെടുന്നതാണ്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചെയ്തു നോക്കിയിട്ട് മാർക്ക് കമന്റ് ആയിട്ട് ഇടുക. ഓക്കെ, താങ്ക് യു.